ആ കൊണ്ടുവന്നതിൽ കുട്ടികളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, അതിന് സഹോദരിമാരുണ്ട്. അവരുടെയൊക്കെ ചിലരുടെ കഴുത്ത് മുതൽ മുകളിലോട്ടില്ല, ചിലരുടെ കാലുകൾ മാത്രമായിട്ട്, 2 കാലുകൾ അരഭാഗം മുതൽ താഴോട്ടുള്ള മാത്രമായി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ അവിടെ തുരുത്തെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, പോത്തുകല്ലിനും മുണ്ടേരിക്കും ഇടയ്ക്കായിട്ടുള്ള ഒരു 2 ഒരു ദ്വീപ് പോലുള്ള സ്ഥലം. അവിടെ ചില ബോഡികള് കിടക്കുന്നതായിട്ട് ഇങ്ങേക്കരയിൽ നിന്ന് ആളുകൾ ഞാനുമായി സംസാരിച്ച കൂടുതൽ അവരെ പറയുകയുണ്ടായി. ഞാൻ രാവിലെ മുതൽ തന്നെ ഇവിടെ ഉണ്ട്. നമസ്കാരം. കണ്ണുകൊണ്ട് കണ്ടു നിൽക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഭീകരമായ രംഗങ്ങളാണ് ചൂരൽമല, മുണ്ടക്കൈ ഭാഗങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. പല വീടുകളിൻ്റെ ഉള്ളിലും ആളുകൾ ഇപ്പോഴുമുണ്ട്, ജീവനോടെയുമുണ്ട്, അല്ലാതെയുമുണ്ട്. ചില വീടുകളിൽ ആളുകൾ അതേപടി കസേരയിൽ ഇരുന്നു കൊണ്ടാണ് മരിച്ചിരിക്കുന്നത്. അതായത് ഒറ്റയടിക്ക് വെള്ളം വന്ന് കയറുകയായിരുന്നു അർത്ഥം. അങ്ങനെയുള്ള ഈ പറയുന്ന പ്രദേശത്ത് നിന്ന് കുതിച്ച് പാഞ്ഞിട്ടാണ് ഈ ചാലിയാർ പുഴയിലേക്ക് ഈ ബോഡി എത്തുന്നത്. ഏകദേശം 40 കിലോമീറ്ററോളം ദൂരം അകലെയുള്ള ചാലിയാർ പുഴയിൽ വന്നു ചേരുന്ന മുണ്ടക്കൈ പുഴ ഇവിടെ വയനാട് നിന്ന് കുതിച്ച് പായുകയാണ്. ശക്തമായി കുതിച്ച് പാഞ്ഞിട്ടാണ്, അതായത് മലവെള്ളപ്പാച്ചിൽ പോലെയാണ് മുകളിൽ നിന്ന് വന്ന് പതിക്കുന്നത്. അത് കവളപ്പാറ അതേപോലെ പോത്തുകല്ല് ചേരുമ്പോൾ അത് ചാലിയാർ പുഴയിലേക്ക് കടന്നു ചേരുന്നു. ഈ ചാലിയാർ പുഴ പോത്തുകല്ലിൽ നിന്ന് വിസ്തൃതിയിൽ പിന്നീട് പോവുകയാണ്. ഇത് വലിയ വേഗത്തിൽ വരുന്നത് മിനിറ്റുകൾക്കുള്ളിൽ, അതായത് ഈ പറയുന്ന ചൂരൽമലയിൽ നിന്ന് മിനിറ്റുകൾക്കുള്ളിലാണ് ഇവിടെ നിന്ന് സാധനങ്ങൾ അവിടെ എത്തിയത്. ആ സാധനങ്ങൾ എന്തൊക്കെയാ? വീടിൻ്റെ ഉപകരണങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യരെ കിട്ടുന്ന എങ്ങനെയാ? കയ്യും കാലൊക്കെ വേറിട്ടിട്ട്. അപ്പോൾ ഫാദർ ജോൺസൺ തെക്കടി പറയുന്ന കാര്യം വളരെ ഞെട്ടിക്കുന്ന കാര്യമാണ്. അദ്ദേഹം നിലമ്പൂരിലെ ഹോസ്പിറ്റലുണ്ടായിരുന്നു. അദ്ദേഹം കണ്ടിട്ടുള്ളത് കൈകൾ വേറിട്ടിരിക്കുന്നു, തലകൾ വേറിട്ടിരിക്കുന്നു, കാലുകൾ വേറിട്ടിരിക്കുന്ന ബോഡികളാണ് ഞാൻ അവിടെ കണ്ടിട്ടുള്ളത്. ആളുകളെ തിരിച്ചറിയാൻ പ്രയാസമാണ്. അതായത് ഏകദേശം ഇപ്പം 32ഓളം മൃതദേഹങ്ങളാണ് നിലമ്പൂരിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. നിലമ്പൂരിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്, അതേ ഈ പോത്തുകല്ലിൽ നിന്നുള്ള പ്രദേശത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹം പറയും ഇനിയും പല സ്ഥലങ്ങളെയും കെട്ടിക്കിടക്കുന്നുണ്ട്. അതിനർത്ഥം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം? അതായത് ഈ ബോഡി മിനിറ്റുകൾക്കുള്ളിൽ വന്നിട്ടുണ്ട്. ഈ സംഭവം നടക്കുന്നത് 1:30 മണിക്ക് 2:30 മണിക്ക് ഉള്ള സമയങ്ങളിലാണ്. ഈ സമയത്ത് ഉണ്ടാവുന്ന ഒഴുക്കിൽ പെട്ടുപോയ 1 മണിക്കൂർ മാക്സിമം 2 മണിക്കൂർ കൊണ്ട് പോത്തുകല്ലിലെത്തും. അങ്ങനെയാണെങ്കിൽ 100 കണക്കിന് ബോഡികൾ എവിടേക്ക് ഒലിച്ചു പോയിട്ടുണ്ടാവും? കടലിലേക്ക് പോയിട്ടുണ്ടാവും. അതൊന്ന് കണ്ടെത്താൻ ഈ പ്രയാസമാണ്. കൂടാതെ ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം 400ഓളം വീടുകൾ തകർന്നു പോയിട്ടുണ്ടെന്നാണ് വിവരം മുണ്ടക്കൈ ഭാഗത്ത്. അങ്ങനെയാണെങ്കിൽ ഒരു വീട്ടിൽ ഒരു 3-4 പേര് കൂടിയാണെങ്കിൽ 1500ഓളം പേർ മരണപ്പെട്ടുണ്ടായിരിക്കാം. അവരിൽ എത്ര പേർ രക്ഷപ്പെട്ടു നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഞെട്ടിക്കുന്ന ഏറ്റവും പുതിയ വിവരം കൂടിയാണ്. അതിനെക്കുറിച്ചുള്ള വേറെ വീഡിയോ വരാം. അപ്പോൾ ഇപ്പോൾ ഫാദർ ജോൺസൺ അവിടെ നേരിട്ട് കണ്ട വസ്തുതകളാണ് പറയുന്നത്. നമുക്ക് പൂർണ്ണമായി കേൾക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ജില്ലാ ഹോസ്പിറ്റലിലാണ്. ഇവിടെയാണ് ഈ മലപ്പുറം ജില്ലയിലേക്ക് ഒഴുകി വരുന്ന ചിലരുടെ ശിരസറ്റതും ചിലരുടെ കാൽപാദങ്ങൾ മാത്രമായിട്ടുള്ളതും ഉടല് മാത്രമായിട്ടുള്ള അങ്ങനത്തെ ബോഡികളാണ് ഇവിടെ വന്നിരിക്കുന്നത്. മാത്രമല്ല പോത്തുകല്ലെന്ന് പറഞ്ഞ സ്ഥലത്തും അതിന് സമീപ പ്രദേശങ്ങൾ മുണ്ടേരി മുതൽ പോത്തുകല്ല് വരെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഈ ബോഡി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് അതിൻ്റെ ദൃക്സാക്ഷികൾ വിളിച്ചു പറയുന്നത് പല ബോഡികളും ചില തുരുത്തുകളിലൊക്കെ കുടുങ്ങിക്കിടക്കുന്നു. അവിടെയൊക്കെ പോകാൻ സാധിക്കുന്നില്ല. അവരെ പോകാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിച്ചതിനേക്കാൾ കൂടുതൽ നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല വയനാട്ടിൽ നിന്ന് ഉള്ള ദൃക്സാക്ഷികൾ ഇതിനെക്കുറിച്ച് ഞാനുമായി രാവിലെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് വളരെ വളരെ ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ്. കാരണം ഒരു പ്രദേശത്തെ 400ഓളം ആളുകൾ താമസിച്ചതിൽ 100ഓളം ആളുകളെ കാണാനില്ല എന്ന് അവർ പറഞ്ഞു. അപ്പം ഇനിയും നമുക്ക് വളരെ വേദനാജനകമായിട്ടുള്ള വാർത്തകൾ തന്നെ ആയിരിക്കും ഇനിയും വന്നുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ വളരെ പരിതാപകരമായ ഒരു അന്തരീക്ഷമാണ്. കാരണം ഈ ഡെഡ് ബോഡീസ് ഒന്നും തന്നെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഇതിന്റെ ബന്ധുക്കളോ പ്രിയപ്പെട്ടവരോ ആരും തന്നെ ഉടനെ എത്തുക എന്ന് പറയുന്നത് സാധ്യമല്ല. കാരണം അവർ വയനാട്ടിലാണ്, ഇത് മലപ്പുറം ജില്ലയിലാണ് ഈ ബോഡികൾ കിട്ടിയിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ താലൂക്കിലാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിലമ്പൂർ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണിത് ആ ബോഡികൾ സൂക്ഷിക്കുക. ഇതിനകത്ത് വേറൊരു പ്രശ്നം, ഇത്രയും ബോഡികളെ ഫ്രീസറിൽ വെക്കണമെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസ് ഒന്നുമില്ല. എന്നാൽ വേറൊരു വലിയ ദുരന്തം ഒഴിവായതിൻ്റെ കാരണം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ സർക്കാർ കുറച്ച് ഉണർന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി നേരത്തെ ഉണ്ടായ ദുരന്തങ്ങൾ നിങ്ങൾക്കറിയാവുന്ന പോലെ കവളപ്പാറ മറ്റുള്ള പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായ ദുരന്തത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ
ഈ ചാലിയാർ പുഴ വളരെ കൃത്യമായി അതിനെ പരിപാലിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അതുകൊണ്ട് വെള്ളം അധികമായിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് കയറുകയോ ഭവനങ്ങൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് ഇത്തരണത്തിൽ നമ്മൾ ഓർക്കണം. നേരത്തെ തന്നെ ഇതിന്റെ ഇതേപോലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഞാനും ഏർപ്പെട്ടതുകൊണ്ട് അന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്യണമെന്ന് അറിയിച്ചതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായ ആ കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ സർക്കാർ ചെയ്യുകയും ചെയ്തതുകൊണ്ട്, ഉണർന്ന് പ്രവർത്തിച്ചതുകൊണ്ട് വലിയ ദുരന്തങ്ങളിൽ നിന്ന് ഈ നാടിനെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഈ സമയത്ത് സാക്ഷ്യപ്പെടുത്തുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ വയനാട് ജില്ലയിൽ നമുക്കറിയാവുന്ന പോലെ മലമുകളിൽ താമസിക്കുന്ന, മലയോര മേഖലകളിൽ താമസിക്കുന്ന സ്ഥലങ്ങളിലാണ് ഉരുള് പൊട്ടിയിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒറ്റപ്പെട്ട തുരുത്തുകൾ ഉണ്ടായിരിക്കുന്നു. മാത്രമല്ല അവിടെ നിന്നുള്ള ആളുകളെ രക്ഷപ്പെടുത്താനായിട്ട് സർക്കാർ എല്ലാ തരത്തിലുള്ള മെഷീനറീസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ എത്തിപ്പെടാത്ത ഒരുപാട് സ്ഥലങ്ങളും ഉണ്ട് എന്നുള്ളത് ആ പ്രദേശങ്ങളിൽ നിന്ന് അത് സമീപവാസികളായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ മറ്റു ഗ്രാമങ്ങളിലുള്ള ആളുകൾ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ദുരന്തങ്ങളും അവിടെ നടക്കുന്നു. എല്ലാവരും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ വേദനകൾ ഭയങ്കരമാണ്. മനുഷ്യരുടെ വേർപാടുകൾ നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്നതാണല്ലോ. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ, ദൈവത്തിൽ ആശ്രയിക്കുകയും നമ്മുടെ ദേശത്തോട് ദൈവം കരുണ കാണിക്കാൻ, ദേശത്തിലെ ദുരന്തങ്ങൾക്ക് ഒരു പരിഹാരം ശാശ്വതമായിട്ടുണ്ടാകേണ്ടതിനായിട്ട് ഉണർന്ന് പ്രവർത്തിക്കുകയും ചെയ്യാം. ഇപ്പോൾ വയനാടുണ്ടായ ഒരു ദുരന്തം ഇപ്പോൾ ചാലിയാർ പുഴയിലാണ്, അല്ലെങ്കിൽ നിലമ്പൂരാണ് മൃതദേഹങ്ങൾ ലഭിച്ചിരിക്കുന്ന ഒരവസ്ഥ. എത്ര ഭീകരമാണെന്ന് ഇതിൽ തന്നെ നമുക്ക് ചിന്തിക്കാം. ഇപ്പോൾ നിലമ്പൂരിൽ അവിടെ അച്ഛൻ എത്ര മണി വരെ മുതലുണ്ടായിരുന്നു ഈ ഒരു സംഭവം? എത്ര മൃതദേഹങ്ങൾ ഏകദേശം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് പറയാൻ സാധിക്കുമോ? ഇപ്പം 7 ബോഡീസ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കൊണ്ടുവന്നതിൽ കുട്ടികളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, പിന്നെ സഹോദരിമാരുണ്ട്. അവരുടെയൊക്കെ ചിലരുടെ കഴുത്ത് മുതൽ മുകളിലോട്ടില്ല, ചിലരുടെ കാലുകൾ മാത്രമായിട്ട് 2 കാലുകൾ അരഭാഗം മുതൽ താഴോട്ടുള്ള മാത്രമായി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ അവിടെ തുരുത്തെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, പോത്തുകലിനും മുണ്ടേരിക്കും ഇടയ്ക്കായിട്ടുള്ള ഒരു ഒരു ദ്വീപ് പോലുള്ള സ്ഥലം. അവിടെ ചില ബോഡികള് കിടക്കുന്നതായിട്ട് ഇങ്ങേക്കരയിൽ നിന്ന് ആളുകൾ ഞാനുമായി സംസാരിച്ച കൂടുതൽ അവരെ പറയുകയുണ്ടായി. ഞാൻ രാവിലെ മുതൽ തന്നെ ഇവിടെ ഉണ്ട്. ഈ ദുരന്തം ഉണ്ടായി എന്നറിഞ്ഞ സന്ദർഭം മുതൽ ഇവിടുത്തെ സർക്കാർ ജീവനക്കാരും അതുപോലെ തന്നെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ചെയർമാൻ അടക്കമുള്ള എല്ലാ ആളുകളും, അതുപോലെ ഒരുപാട് ERF പോലെയുള്ള CH പോലെയുള്ള ഇങ്ങനെ ഒരുപാട് വോളണ്ടിയേഴ്സ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. മലപ്പുറം ജില്ലയുടെ ഒരു പ്രത്യേകത, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദുരന്തമുണ്ടായാൽ ആളുകളെല്ലാം തന്നെ അതിനകത്ത് പങ്കാളികളായി സഹായിക്കാനും രക്ഷിക്കാനും എന്ത് വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്തു തരാനും അവര് എല്ലായ്പ്പോഴും സജ്ജരാണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇവിടെ ധാരാളം വോളണ്ടിയേഴ്സിന് ഒരു ബുദ്ധിമുട്ടുമില്ല. മാത്രമല്ല അവരേത് റിസ്ക് എടുക്കാനും തയ്യാറാണ്. പുഴ നീന്തി കടന്ന് വേണമെങ്കിലും പോയി അവര് ഈ ഇതേപോലുള്ള ആളുകളെ റെസ്ക്യൂ ചെയ്യാനും ഒക്കെ, അതൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഞാനും ആ ടീമിലൊക്കെ നേരത്തെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്കറിയാവുന്ന അനുഭവങ്ങളാണത്. ഈ അവിടുത്തെ ഗതാഗത സൗകര്യം എങ്ങനെയാണ്? ഇപ്പോൾ ഒറ്റപ്പെട്ട അവസ്ഥകളുണ്ടോ? ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിലാണ് രക്ഷാപ്രവർത്തനം? ആ രീതിയിലൊക്കെ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ടോ? വയനാട്ടിൽ അത് തീർച്ചയായിട്ടും ഭയങ്കരമായിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലേക്ക് പാലം ഒലിച്ചു പോയത് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. രാവിലെ തന്നെ പാലമില്ലാഞ്ഞുകൊണ്ടാണ് ആ ഒറ്റപ്പെട്ടത്. അതോടൊപ്പം തന്നെ മുണ്ടേരി എന്ന് പറയുന്ന സ്ഥലത്ത് അതിനകത്ത് ഇരുട്ടുകുത്തി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഇരുട്ടുകുത്തി എനിക്കറിയാവുന്ന ഒരു സ്ഥലമാണ്. അവിടെയും ആ സ്ഥലവും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. കാരണം അവിടേക്ക് പോകാനായിട്ട് പാലമില്ല. അവിടെ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് പാർക്കുന്നത്. അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒറ്റപ്പെട്ടിട്ടുണ്ട്. അല്ലാത്ത ഇടങ്ങളിലേക്കൊക്കെ വാഹന സൗകര്യങ്ങളുണ്ട്. ആർക്കും പോയി വരാനൊന്നും ബുദ്ധിമുട്ടുകളില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സർക്കാർ നേരത്തെ തന്നെ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് പുഴ അധികം കര കവിഞ്ഞ് ബ്ലോക്കുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. വളരെ നല്ല രീതിയിൽ തന്നെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്.